Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin wal aqibatu lil muttaqin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al faizina bi ridallah amma ba'd. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു നമുക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ട് കാര്യങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും വല്ലാത്ത ഇഷ്ടമാണ്. ഒന്ന്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എപ്പോഴും അനുഗ്രഹങ്ങളെ തന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്ത ഇഷ്ടം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്ന അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക, അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതും നമുക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചില അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വല്ലാത്ത പ്രയാസം. ഉദാഹരണത്തിന് പറയാം, ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച സംഭവിച്ചു, അല്ലെങ്കിൽ വേണ്ട നമ്മളോട് കൂടെ എന്തിനും കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു പാർട്ട്ണർ, അത് ഭാര്യയാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടാവട്ടെ കൂട്ടുകാരനാവട്ടെ ആരെങ്കിലും ആവട്ടെ, എന്തെങ്കിലും എന്ത് ചെയ്തു, അവനിൽ നിന്ന് സംഭവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്നും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസം. അങ്ങനെ പ്രയാസം സംഭവിക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും പോകുന്ന ഒരു സംഭവമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. പക്ഷെ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഈമാനുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആത്മഹത്യയിലേക്ക് പോകൂല. കാരണം എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖൈറും ഷർറൊക്കെ അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന്, അള്ളാഹിന്റെ ഖളാഇൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ വിധി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേയത്തിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം, ദുഃഖങ്ങൾ ഉണ്ടാവാം, ദുരിതങ്ങൾ ഉണ്ടാവാം. എല്ലാം ഒരു യഥാർത്ഥ മുഅ്മിനാണ് എങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയും. പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ അള്ളാഹുലേക്ക് തവക്കുലാക്കിക്കൊണ്ട് ജീവിതം മുന്നേറാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ദുഃഖം വന്നാലും, അതേപോലെ നമ്മുടെ നിഅമത്തുകൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ നിഅമത്തിനെ നീ എന്നിൽ നിന്നും നീക്കി കളയല്ല, അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി നമ്മളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ നിഅമത്തിനെ നീങ്ങി പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് ഹബീബായ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ നമ്മളും ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ദുഃഖം വന്നാലും നിഅമത്ത് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകില്ല. പക്ഷേ നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉളുഹിയ്യത്ത് കർമ്മം നടത്തുക എന്ന് പറഞ്ഞാൽ. ഉളുഹിയ്യത്ത് കർമ്മം നടത്തുന്നതിന് വേണ്ടിയിട്ട്, പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരു സൂറത്ത് പോലും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ചെറിയ സൂക്തമാണ്, നമുക്കെല്ലാവർക്കും പാരായണം ചെയ്യാൻ അറിയുന്ന സൂറത്ത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ചെറിയ ആയത്താണ്, പക്ഷെ ആ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താണ്? ഇന്നാ അഅതൈനാകൽ കൗസർ.
നബിയെ നിങ്ങൾക്ക് ഞാൻ ഇതാ ഹൗദുൽ കൗസർ തന്നിരിക്കുന്നു. ഹൗദുൽ കൗസറിന്റെ ഈ വ്യാഖ്യാനത്തിൽ രണ്ട് അർത്ഥങ്ങൾ തഫ്സീറുൽ ജലാലിലൂടെ ആവട്ടെ മറ്റുള്ള തഫ്സീറുകളിലൂടെ ആവട്ടെ രണ്ട് അർത്ഥങ്ങൾ അതിലൂടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു വെള്ളമാണല്ലോ ഹൗദുൽ കൗസർ. ഒന്ന് അർത്ഥം അത് തന്നെയാണ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മകൾ നിങ്ങൾക്ക് ഞാനിതാ നൽകിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ തഫ്സീറിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിനെ നൽകിയിരിക്കുന്നു, അതുപോലെ നിങ്ങളെ ഞാൻ പ്രവാചകനാക്കിയിരിക്കുന്നു, അതുപോലെ ആരാരും സഹായിക്കാനില്ലാത്ത മഹ്ശറാവൻ സഭയില് എല്ലാ ആളുകൾക്കും ശഫാഅത്തിനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ ബലികർമ്മം നിങ്ങൾ എന്ത് ചെയ്യുക? ബലി പെരുന്നാൾ നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഉദ്ഹിയത്ത് നിർവഹിക്കണേ. എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ അത് നഷ്ടപ്പെടാതെ അത് പോകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രഗൽഭരായ മുഫസ്സിരീങ്ങൾ ഈ സൂറത്തിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിലേക്കാണ് കടന്നു പോവാനിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പ്രീതി കാംക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിഅമത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല വിപുലമായ രീതിയിൽ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യവും നടക്കും. അതിന്റെ വിവരങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മഹല്ല് കമ്മിറ്റി നമ്മൾ അറിയിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഉദ്ഹിയത്തിലൂടെ നമുക്ക് എന്താണ് നൽകുന്നത്? മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണുന്നുണ്ട്, ഒരു ദിവസം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാ ഹാദിഹിൽ അല്ലാഹി, നബിയെ എന്താണ് നബിയെ ഉദ്ഹിയത്ത്? ഈ ഉദ്ഹിയത്ത് കൊണ്ട് എന്താണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? എന്തിനാണ് ഉദ്ഹിയത്ത് അറുക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹിയ സുന്നത്തു അബീകും ഇബ്രാഹിം, അത് നിങ്ങളുടെ വല്യപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ വീണ്ടും സ്വഹാബത്ത് ചോദിച്ചു, വമാ ലനാ ഫീ ഹാദിഹി യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ്, എന്ത് പ്രതിഫലമാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, നമ്മൾ ബലികർമ്മം നിർവഹിക്കുന്ന ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോമത്തിനും ഒരു ഹസനത്ത് വീതം പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ബലികർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മൃഗത്തിന്റെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രോമങ്ങളാണ് ഉണ്ടാവുക. ആ രോമത്തിന്റെ ഓരോ ഖദർ കണ്ടിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓരോ ഹസനത്ത് വീതം അല്ലാഹു നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലുപരി പെരുന്നാൾ ദിവസത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുണ്യകർമ്മം എന്ന് പറയുന്നത് അത് ഉദ്ഹിയത്ത് കർമ്മമാണ്. അതിൽ നിന്ന് ഒരാളും മാറി നിൽക്കാൻ പാടില്ല. പെരുന്നാൾ ദിവസം ഉദ്ഹിയത്തിനെ പോലാത്ത വെല്ലുന്ന വേറൊരു അമലില്ല. കാരണം ഉദ്ഹിയത്ത് മൃഗം നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരും. അതിന്റെ രോമങ്ങളുമായി, അതിന്റെ എല്ലുകളുമായി, അതിന്റെ തോലുകളുമായി, കൊമ്പുകളുമായി എല്ലാം റബ്ബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ആരാണോ ഉദ്ഹിയത്ത് നിർവഹിച്ചത്
അവനിക്ക് വേണ്ടിയിട്ട് ശഫാഅത്ത് നടത്തുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നമ്മൾ ഉളുഹിയത്ത് അറുക്കുന്ന ആ മൃഗമുണ്ടല്ലോ, ആ മൃഗത്തിനെ നമ്മൾ അറുക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് ഒരു തുള്ളി രക്തം മുറ്റുന്നതിന് മുമ്പ് തന്നെ ആരാണോ അറുത്തത് ആ മനുഷ്യനിന്റെ സകല പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം പുണ്യമുള്ള, അത്രത്തോളം ശ്രേഷ്ഠമുള്ള നല്ലൊരു കാര്യമാണ് ഉളുഹിയത്ത് എന്ന് പറയുന്നത്. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ആ ഉളുഹിയത്ത് കർമ്മത്തിൽ നിന്ന് ഒരാളും മാറി നിൽക്കാതെ നിങ്ങളാൽ കഴിയുന്ന മാതിരി ഒരു ഷെയറാണെങ്കിലും അല്ലെങ്കിൽ 3 ആൾ കൂടിയിട്ടാണെങ്കിലും കഴിയുമെങ്കിൽ ഒരാളായിട്ടാണെങ്കിലും എന്ത് ചെയ്യണം, അത് നിർവഹിക്കണം. ഇൻഷാ അല്ലാഹ് ഒരാളും മാറി നിൽക്കരുത്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഷാഫി മദ്ഹബ് പ്രകാരം, മഹാനായ ഷാഫി ഇമാമിന്റെ നിർദ്ദേശപ്രകാരം ഉളുഹിയത്ത് കർമ്മം എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ മദ്ഹബില് ഉളുഹിയത്ത് കർമ്മം എന്ന് പറഞ്ഞാൽ അത് മുഅക്കദായ സുന്നത്താണ്. പക്ഷേ മഹാനായ ഹനഫി ഇമാം ആ വിഷയത്തിനെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വാജിബാണ്, നിർബന്ധമാണ്. എന്നിട്ട് മഹാനവർകൾ പറയുന്നുണ്ട്, സുന്നത്തിന്റെ ഭാഷയിലല്ല അള്ളാന്റെ റസൂൽ ഉളുഹിയത്തിന്റെ കർമ്മത്തെ കുറിച്ച് പറയുന്നത്. വളരെ ഗൗരവത്തോടു കൂടി അള്ളാന്റെ റസൂല് ഉളുഹിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട നല്ല ശക്തമായ രീതിയിൽ പറയുന്നുണ്ട്. മൻ കാന ലഹു സഅത്തുൻ, ഒരു മനുഷ്യനിക്ക് എല്ലാ നിലക്കും പൈസ ഉണ്ട്, എല്ലാ നിലക്കും കഴിയുന്നുണ്ട്, എന്നിട്ട് പോലും ഫലം യുളഹി, അവൻ എന്ത് ചെയ്തിട്ടില്ല, ഉളുഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ ഫലം യഖറബന്ന മുസല്ലാന, ഞങ്ങൾ നിസ്കരിക്കുന്ന ബലിപെരുന്നാളിന് വേണ്ടി ഞങ്ങൾ നിസ്കരിക്കുന്ന ആ നിസ്കാര സ്ഥലത്തേക്ക് നിങ്ങൾ അടുക്കുക തന്നെ ചെയ്യരുത്, നിങ്ങൾ അടുക്കാനേ പാടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ഗൗരവത്തിലൂടെ അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, മൻ കാന ലഹു സഅത്തുൻ, ഒരു മനുഷ്യനിക്ക് ശാരീരികമായി സാമ്പത്തികമായി എല്ലാ നിലക്കും കഴിവുണ്ട്, പക്ഷേ അവൻ ഫലം യുളഹി, അവൻ ഉളുഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ ഫല്യമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്റാനിയ, അവൻ ജൂതനോ ക്രിസ്ത്യനോ ആയിട്ട് അവൻ മരിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ശക്തമായ രീതിയിൽ പറയുമ്പോൾ എന്റെ മദ്ഹബ് പ്രകാരം, എന്റെ അഭിപ്രായ പ്രകാരം ഞാൻ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഉളുഹിയത്ത് കർമ്മം എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പല ആളുകളും പറയും, പൈസ ഇല്ല ഉസ്താദേ, സാമ്പത്തികമായി പ്രയാസാണ്, ഇപ്പൊ ഓരോ കന്നിനിക്ക് വല്ലാത്ത വിലയാണ്. എന്തിനാ വിലയില്ലാത്ത? ഇപ്പൊ സ്വർണത്തിന് നോക്കുകയാണെങ്കിൽ പൈസ ഇല്ലേ, നമ്മൾ ഭക്ഷിക്കുന്ന അരിക്ക് വിലയില്ലേ, എന്തിനും. എന്നിട്ട് നമ്മളെ കുട്ടികളെ കല്യാണം നമ്മൾ നടത്താതെ കഴിഞ്ഞിക്കണോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മന്തിയോ മറ്റുള്ള ചോറോ നമ്മൾ വെക്കാതെ നിൽക്കണോ? എല്ലാത്തിനും പൈസയാണ്. പക്ഷെ ഇതിന് പല ആളുകളും ഉഡായിപ്പ് ന്യായങ്ങൾ ഓരോരുത്തരും പറയും. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇത് കുടുങ്ങിയിട്ട് അർക്കേണ്ട കാര്യമല്ല. കമ്മിറ്റി ഭാരവാഹികൾ സമീപിക്കുമ്പോൾ പല പ്രാവശ്യമായി പോലും നമ്മളെ പിന്നാലെ എങ്ങനെ കൂടണോ, ഇനി എങ്ങനെ ഞാൻ കൂടാതിരിക്കുക, ഞാനൊരു കമ്മിറ്റിക്കാരനല്ലേ, എന്നിട്ട് ഞാൻ എങ്ങനെ തർക്കാതിരിക്കുക? അങ്ങനല്ല വേണ്ടത്. അറുക്കുകയാണ് എങ്കിൽ നല്ല നിഷ്കളങ്ക മനസ്സോടുകൂടി റബ്ബിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അറുത്താൽ അതിലേക്ക് ഗുണം കിട്ടും. മോശമല്ലേ, നാണക്കേടല്ലേ, കൂടിയിട്ടില്ലെങ്കിൽ എന്നുള്ള കരുതാണെങ്കിൽ ആ നാണക്കേടേ മാറി കിട്ടുള്ളൂ, പടച്ച റബ്ബിന്റെ അടുത്ത് പ്രതിഫലം കിട്ടൂല. അതുകൊണ്ട് നല്ല നിഷ്കളങ്ക മനസ്സോടുകൂടി ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ നല്ല നിഷ്കളങ്ക മനസ്സോടുകൂടി റബ്ബുൽ ഇസ്സത്തിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യ പോലെ അതിനെ കരുതിക്കൊണ്ട് നല്ല നിഷ്കളങ്ക മനസ്സോടുകൂടി അറുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിൽ നിന്ന് ഒരാളും മാറി നിൽക്കരുതേ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ നടത്തുന്ന ഉളുഹിയത്ത് കർമ്മങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.